ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ഈ ആശയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു. എലിമേലെക്കിന്റെ മരണത്തോടെ പലവിധ ചിന്തകൾക്ക് നവോമി വിധേയായി കാണും. ഭക്ഷണമില്ലാതെ വലഞ്ഞ നാളുകൾ, 2 കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുവാനായിട്ട് പെട്ട പാടുകൾ, തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതായ രംഗങ്ങൾ, ഇതൊക്കെ അവളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തി. അന്നൊക്കെ ദൈവത്തെ ഓർത്ത് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് സ്വയം ഉള്ളിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നു കാണും. എന്നാൽ അതിനേക്കാളൊക്കെ അവളെ വേദനിപ്പിച്ചത് മോവാബിലേക്ക് പോകേണ്ട എന്ന് എലീമേലേക്ക് അഭിപ്രായപ്പെട്ട കാര്യമായിരുന്നു. ഞാനാണ് മോവാബിൽ പോകണമെന്ന് നിർബന്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഓരോന്നോരോന്ന് ഓർക്കുമ്പോൾ അവളുടെ ദുഃഖം കൂടിക്കൂടി വരുവാനായിട്ട് ഇടയായി തീർന്നു. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങി. 2 മക്കളെക്കുറിച്ചുള്ള ചിന്തയായി. പിന്നീട് ആര് നോക്കും? എങ്കിലും ഇനി ദൈവത്തെ വിട്ടു പോകാൻ ഇടവരരുത് എന്ന തീരുമാനത്തോടെ മക്കളെ അവൾ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവർ വളർന്നു. അവർ ഇന്ന് മോവാബിനെ പോലെ ആയിത്തീർന്നു. നവോമിയോ ഭർത്താവിൻ്റെ വേർപാടോടുകൂടെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും ദൈവവചന പാരായണമൊക്കെ ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അവളുടെ പാട്ടും പ്രാർത്ഥനയും ഒന്നും ഇന്ന് മക്കൾക്ക് രസിക്കുന്നില്ല. വീടുമായിട്ടുള്ള അവരുടെ ബന്ധവും വീട്ടിൽ വന്നാലുള്ള അവരുടെ സന്തോഷവും കുറഞ്ഞ് വന്നു. ഇസ്രയേലിൽ നിന്ന് തന്നെ അവർക്ക് അധികം താമസിയാതെ വിവാഹം വേണമെന്ന് നവോമി ആഗ്രഹിച്ചിരുന്നിരിക്കാം. എങ്കിലും അവർ അതിന് തയ്യാറായില്ല. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, they took wives for themselves എന്നാണ്. ലിഫ്റ്റ് ഓർ ക്യാരി എ വുമൺ എന്ന ആശയം വരുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യായാധിപന്മാർ 21-ാം അധ്യായത്തിന്റെ 23-ൽ നാം ഇങ്ങനെ വായിക്കുന്നു, നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം പിടിച്ചു എന്ന് വായിക്കുന്നത് പോലെ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരുതരം പ്രയോഗമായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ആശയമാണ് ഈ പ്രയോഗത്തിന് ഉള്ളത്. വിവാഹത്തിന് മുമ്പ് ദൈവിക ആലോചന ആരായുവാൻ പ്രാർത്ഥനയോ കാത്തിരിപ്പോ ഒന്നും അവിടെ ഉണ്ടായില്ല. ദൈവിക കൽപ്പനകളെ അനുസരിക്കാതിരുന്നാൽ വരുന്ന ദൈവിക ശാപത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അന്യജാതിക്കാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ ഇടവരരുത് എന്ന് ആവർത്തന പുസ്തകം 28-ന്റെ 32-ൽ നമുക്ക് വായിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവർ, ഇക്കാലത്ത് വിശ്വാസ ഭവനങ്ങളിൽ തന്നെയുള്ള അനേകം വിവാഹ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നാം കേൾക്കുന്നുണ്ട്. സാധാരണയായി ആ ഭാര്യാഭർത്താക്കന്മാരെയാണ് നാം കുറ്റപ്പെടുത്താറുള്ളത്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം സ്ഥാപിച്ച കുടുംബത്തിന്റെ മഹത്വവും ഒരു വിശ്വാസി പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം എന്ന കാര്യവും ഈ വിലയേറിയ ബന്ധത്തിന്റെ സവിശേഷതയും അതിൽ തങ്ങളെ ബന്ധിപ്പിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങൾ ഗ്രഹിക്കാതെ വരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. വിശ്വാസ ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട മക്കളെങ്കിലും വിശ്വാസം എന്താണെന്ന് അറിയാത്ത മക്കളായിരുന്നു നവോമിക്കുണ്ടായിരുന്നത്. ഇക്കാലത്ത് വേർപാട് പാലിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന ചിന്ത മനഃപൂർവ്വം മനസ്സിൽ വരുത്തി നവോമി അടങ്ങിപ്പാർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിഞ്ഞവർ ചുവടുകൾ പിന്നോട്ട് വെച്ചാൽ പിന്നീടുള്ള ഭവിഷ്യത്തുകൾ ചില്ലറയല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് മനസ്താപമുണ്ടായി നാം ഒരുപക്ഷെ തിരിച്ചു വരുവാനായിട്ട് ശ്രമിച്ചു എന്നിരിക്കാം. പക്ഷേ നമ്മുടെ മക്കൾ നമ്മോടൊപ്പം തിരിച്ചു വരില്ലെന്ന് വളരെ ഭയത്തോടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മോവാബിൽ താമസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളൊന്നും മക്കൾക്ക് പകരുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യം
വളരെ വ്യക്തമായിട്ട് നാം ഓർത്തിരിപ്പാൻ ആവശ്യമുണ്ട്. അവർ ദൈവത്തിനോ ദൈവജനത്തിനോ പ്രയോജനമില്ലാത്തവരായി തീർന്നു എന്ന് മാത്രമല്ല, ദൈവത്തെയും ദൈവജനത്തെയും ദൈവീക ശുശ്രൂഷകളെയും പുച്ഛിക്കുന്നവരായും തീരും എന്നുള്ള ദുഃഖസത്യം നാം വളരെ വ്യക്തമായിട്ട് ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം ഓർത്തുകൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. നാം ചിന്തിക്കുക, ചില നാളുകൾക്ക് മുമ്പ് മക്കളെ പ്രതി മോവാബിലേക്ക് കടന്നുപോയ നവോമി ഇന്ന് മോവാബിലിരുന്നു കൊണ്ട് മക്കളെ പ്രതി ദുഃഖിക്കുന്ന നവോമിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു കാര്യം നാം ഓർക്കുക, യു മേ റിട്ടേൺ ബട്ട് നോട്ട് യുവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടമായി പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. നാം എടുക്കുന്ന ഏത് തീരുമാനവും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വ്യക്തമായ ഗൈഡൻസോടെ എടുക്കുന്നു എന്ന് വരികിൽ നാമും നമ്മുടെ മക്കളും അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള വലിയൊരു സത്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.